ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പൊതുപരിപാടികൾ ഒരിക്കലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒന്നാവരുത്. ജനജീവിതം തടസ്സപ്പെടുത്താത്ത രീതിയിൽ പരിപാടി ക്രമീകരിക്കാൻ സംഘാടകർ ശ്രദ്ധിക്കണം. ജനയാത്ര ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഏതൊരു പൊതുപരിപാടിയും ജനോപദ്രവ പ്രവൃത്തി ആയിരിക്കുമല്ലോ അല്ലേ? രാഷ്ട്രീയ മത അനുഷ്ഠാന പരിപാടികൾക്കെല്ലാം ജനങ്ങളുടെ സൗര്യമായ യാത്രയെ ബുദ്ധിമുട്ടിലാക്കാതെ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഒറ്റപ്പാലത്ത് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടി നടത്തിയത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് അകത്ത് വെച്ചായിരുന്നു. വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ 10,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് അറിയുകയല്ലാതെ മറ്റൊന്നും ബസ് ജീവനക്കാർക്ക് അറിയില്ല. യാത്രക്കാർ പലരും ബസ് ജീവനക്കാരോട് ചോദിക്കുന്നുണ്ട്, വൈകുന്നേരം ബസ് ഉണ്ടാവുമോ? സ്റ്റാൻഡിൽ നിന്ന് ബസ് മാറ്റി നിർത്തുമോ? ഏതു ഭാഗത്താണ് ബസ് ഉണ്ടാവുക? തുടങ്ങി ഒരുപാട് സംശയം യാത്രക്കാർക്കുണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളും അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. സ്റ്റാൻഡിലെത്തുന്ന ഒരു ബസ് ജീവനക്കാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലെന്ന് ഞങ്ങൾക്കും മനസ്സിലായി. ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. വൈകുന്നേരം പരിപാടി തുടങ്ങുമ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക. അങ്ങനെ പല മറുപടികളാണ് ഞങ്ങൾക്ക് ബസ് ജീവനക്കാരിൽ നിന്നും ലഭിച്ചത്. ബസ് ജീവനക്കാർ പലരും ഇൻഫോം സെല്ലിൽ പോയി അന്വേഷിക്കുന്നതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്കും അറിയില്ല. സാധാരണ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരാറുണ്ടെന്നും അല്ലെങ്കിൽ പോലീസിൽ നിന്നും അറിയിപ്പ് ലഭിക്കാറുണ്ടെന്നും ഇതൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ഇതേ കാര്യം സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴും അവർക്കും യാതൊരു തരത്തിലുള്ള അറിയിപ്പ് നൽകിയിട്ടില്ല. അവരും ആശങ്കയിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. പരിപാടിക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തകർ എത്തുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്നത് LSN കോൺവെന്റിന് സമീപത്താണ്. ഇന്ന് സ്കൂൾ പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ അതും ബുദ്ധിമുട്ടിലാക്കും. ഇത്തരത്തിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പാർട്ടി ആയാലും മത അനുഷ്ഠാന പൊതുപരിപാടിയായാലും പൊതു ഇടങ്ങളിൽ നടത്തുന്നത് ജനങ്ങളുടെ സൗര്യമായ യാത്രയെ ബുദ്ധിമുട്ടിക്കുന്നതാവും എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവുന്നത് നന്നായിരിക്കും.